പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. സങ്കീർത്തന പുസ്തകം 40-ാം അധ്യായം 1-ാം തിരുവചനം വിളിച്ചു പറയുന്നു, ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. സ്നേഹമുള്ളവരെ, നാം ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരിക്കുന്നവരായിരിക്കണം. കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യാശയോടെയുള്ളതായിരിക്കണം, വിശ്വാസത്തോടു കൂടിയുള്ളതായിരിക്കണം. വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പ് ഫലമണിയും. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറാനായി വിശ്വാസത്തോടെ കാത്തിരുന്നു. കാത്തിരിപ്പിന്റെ ഫലമായി ദൈവത്തിന്റെ വാഗ്ദാനം അബ്രഹാമിൽ പൂർത്തീകരിക്കപ്പെട്ടു. ധൂർത്തപുത്രന് വേണ്ടി പിതാവ് വർഷങ്ങളോളം കാത്തിരുന്നു. ഫലമോ, ധൂർത്തപുത്രൻ മാനസാന്തരപ്പെട്ട് തിരികെ വന്നു. സ്നേഹമുള്ളവരെ, നാം വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. ദൈവത്തിന്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ നാം പ്രാർത്ഥിക്കണം. പ്രധാനമായി നാം ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കണം. എന്നാൽ ഇന്ന് മനുഷ്യന് ഒന്നിനും കാത്തിരിക്കുവാൻ കഴിയുന്നില്ല. നാം ചോദിക്കുന്നത്, നാം വിചാരിക്കുന്നത് ഉടനെ നമുക്ക് ലഭിക്കണം. മനുഷ്യന്റെ പ്രവണതയാണിത്. മനുഷ്യന്റെ ആഗ്രഹത്തിന് പരിമിതികളില്ല. ഒരാഗ്രഹം പൂർത്തീകരിക്കപ്പെടുമ്പോൾ മറ്റൊരാഗ്രഹവുമായി അവൻ ദൈവത്തെ സമീപിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുവാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല. മനുഷ്യൻ അക്ഷമനാണ്. താൻ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ, അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ മനുഷ്യൻ നിരാശയിലേക്ക് വഴുതിപ്പോകുന്നു. എന്നാൽ മനുഷ്യൻ തന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതുവരെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കണം. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കാൻ തയ്യാറാകാത്തവന്റെ അവസ്ഥ ദുരിതപൂർണമാകും. സാമുവേലിന്റെ 2-ാം പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ദാവീദ് രാജാവിന്റെ മക്കളിൽ ഏറ്റവും സമർത്ഥനും സൗന്ദര്യവാനുമായ അബ്സലോം നയതന്ത്രജ്ഞനും ജനസ്വാധീനമുള്ളവനുമായിരുന്നു. പിതാവായ ദാവീദിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചുകൊണ്ട് വിധേയപ്പെട്ട് നിന്നിരുന്നുവെങ്കിൽ ദാവീദിന്റെ കാലശേഷം ഇസ്രായേലിന്റെ രാജാവാകുമായിരുന്നു. എന്നാൽ പിതാവിന്റെ കാലം കഴിയുന്നതുവരെ അബ്സലോമിന് കാത്തിരിക്കുവാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ പിതാവിനെതിരായി വിപ്ലവം നടത്തി സ്വയം രാജാവാകാൻ ശ്രമിച്ചു. അതിന്റെ ഫലമായി അവൻ അകാല മൃത്യുവിനിടയായി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ക്ഷമയോടെ കാത്തിരിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. ദൈവത്തിന്റെ വാഗ്ദാനത്തിനായി കാത്തിരുന്ന അപ്പോസ്തലന്മാരുടെ മേലാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നത്. നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചില്ല എന്നോർത്ത് വിഷമിക്കാതെ ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കണം. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. സങ്കീർത്തനം 42 വിളിച്ചു പറയുന്നു, എന്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവോളം നമുക്ക് കാത്തിരിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ സകല പ്രാർത്ഥനകളും കർത്താവിന്റെ തിരുരക്തത്തോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, യേശുവേ ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിയിടും. മക്കളെ കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാം. യേശുവേ ഇതിനാൽ വിടുതൽ എന്നും പ്രാപിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മടുപ്പ് കൂടാതെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാരണം വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വചനം പറയുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഒന്നൊന്നായി നമ്മുടെ ദൈവത്തിനു മുമ്പിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, കർത്താവേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവോളോ ഞാൻ അങ്ങയുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. നമുക്ക് വിശ്വാസത്തോടുകൂടി മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം.
മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. അതിനാൽ പ്രാർത്ഥിക്കാം ആത്മാവിൽ. ഓ യേശു നമ്മുടെ ഉത്തരം നൽകുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നവന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു. ഈ നിമിഷം നാം ചോദിക്കുക. കർത്താവ് സ്വർഗത്തിന്റെ കലവറ തുറന്ന് ഇന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നമുക്ക് വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രാർത്ഥന കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യേശുവേ, യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു. തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ. അതിനാൽ പ്രാർത്ഥിക്കാം ആത്മാവിൽ. ആരാധിക്കാം നമ്മുടെ കർത്താവായ യേശുവിനെ. കാരണം അവിടുന്ന് നല്ലവനാണ്. അവിടെ നമ്മുടെ ആവശ്യങ്ങളെ സഹായിക്കുന്നവനാണ്. അവിടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.